ഈവനിങ് സ്നാക്സിന് കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ഒരു വെറൈറ്റി ഐറ്റമാണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനായിട്ട് കുറച്ച് ബോൺലെസ് ചിക്കൻ പീസസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒരു 10-20 മിനിറ്റിന് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു സവോള, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി ഒന്ന് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുനുകുനാന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആ ചിക്കൻ പീസസൊക്കെ ഒന്ന് വറുത്ത് കോരി സൈഡിലേക്ക് മാറ്റി വെച്ചു. എന്നിട്ട് ഒരു മിക്സി ജാറിലേക്ക് 3 കോഴിമുട്ട, 1.5 കപ്പ് മൈദ, 1.25 കപ്പ് പാല്, 1 കപ്പ് നമ്മുടെ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം അത് സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കൻ വറുത്ത് കോരിയ അതേ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, സവോള, പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. സവോള ഒന്ന് ക്രിസ്പിയായി തുടങ്ങുമ്പോൾ അതിലേക്ക് പൊടികളായിട്ട് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം എല്ലാം മാറി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഒന്ന് പിച്ചിയിട്ടിട്ട് വേണം കൊടുക്കാനായിട്ട്. ഇതെല്ലാം കൂടി പിച്ചിയിട്ട് ചിക്കൻ പീസസും ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിന് ആവശ്യമുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് ഒരിഗാനോയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരിഗാനോയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതില്ലെങ്കിൽ നമുക്ക് മല്ലിയില മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് അതേ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ അടിയിൽ ചുവട് കട്ടിയുള്ള ഒരു പാന് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഈ പാന് വെച്ച് കൊടുത്തിട്ട് വേണം ഓയിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് മിക്സി ജാറിൽ അടിച്ചു വെച്ചിരിക്കുന്ന മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. സൈഡൊക്കെ നല്ലതുപോലെ ഇതുപോലെ വെന്ത് വരുമ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ചിക്കനൊക്കെ ഇതുപോലെ നല്ലതുപോലെ ഫുള്ളായിട്ട് ഫില്ലിംഗ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള മാവ് ഇതൊന്ന് ഫുള്ളായി കവറാവുന്ന രീതിയിൽ വേണം ഒന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒഴിച്ചു കൊടുത്തിട്ട് സിമ്മിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു സൈഡ്. അപ്പോൾ ഇതൊന്ന് സൈഡ് കുക്കായി വരുമ്പോൾ നമ്മളൊന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഒറിഗാനോ ഒന്ന് മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ചിക്കൻ പീസസും ഇതുപോലെ ക്യാപ്സിക്കം കട്ട് ചെയ്തതും വെച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 20 മിനിറ്റ് സിമ്മിലിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നല്ലതുപോലെ വിട്ട് വരും. ആ നേരത്ത് നമ്മൾ പ്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് വേവിച്ചെടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ഇറാനി പോള റെസിപ്പി റെഡിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നാളെ കാണാം. ബൈ.